നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പരാതികൾ പറയാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ലെന്ന് തുറന്ന് സമ്മതിച്ച് കൗൺസിൽ അംഗം ബീന ബി. തുടർച്ചയായുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്കും കോട്ടയത്തെ റാഗിങ്ങിനും പിന്നാലെയാണ് നഴ്സിംഗ് കൗൺസിൽ അംഗത്തിന്റെ തുറന്നു പറച്ചിൽ. 3 മാസത്തിനിടെ 3 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടും ഒരു കേസിൽ മാത്രമേ കൗൺസിൽ പരിശോധന നടത്തിയിട്ടുള്ളൂ എന്നും ബീന 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കടന്നുപോകുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ആത്മഹത്യകൾ, ആത്മഹത്യാ ശ്രമങ്ങൾ, ഒപ്പം ക്രൂരമായ റാഗിങ്ങുകൾ ഇവയെല്ലാം നിയന്ത്രിക്കേണ്ട നഴ്സിംഗ് കൗൺസിൽ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ വർഷം നവംബറിൽ കണ്ണൂർ ലോഡ്സിൽ ആൻ മരിയ, ഡിസംബറിൽ പത്തനംതിട്ട SMVയിൽ അമ്മു സജീവ്, കോഴിക്കോട് കോളേജ് ഓഫ് നഴ്സിംഗിൽ ലക്ഷ്മി രാധാകൃഷ്ണൻ. കഴിഞ്ഞ 3 മാസത്തിനിടെ ആത്മഹത്യ ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇവർ. കാസർഗോഡ് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇവയ്ക്കെല്ലാം പിന്നാലെയാണ് കോട്ടയത്തെ ക്രൂര റാഗിങ്ങും പുറത്തു വന്നത്. നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ എല്ലാ വർഷവും നഴ്സിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൃത്യമായി പരിശോധനകൾ നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ അക്കാദമിക് വർഷം പരിശോധനകൾ കാര്യക്ഷമമായിരുന്നില്ല. 274 സ്ഥാപനങ്ങളിൽ ആകെ പരിശോധന നടത്തിയത് 50ഓളം സ്ഥാപനങ്ങളിൽ മാത്രം. 2024-25 ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. ഏകദേശം 46 കോളേജുകളുടെ എങ്ങാണ്ട് ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ളൂ. അതിനകത്ത് തന്നെ അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കോളേജുകളും ഉണ്ട്, എൻഹാൻസ്മെൻ്റ് ഉള്ള കോളേജുകളും ഉണ്ട്. ബോർഡ് മെമ്പർ ഇല്ലാതെ 2 ടീച്ചേഴ്സായിട്ട് ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം രജിസ്ട്രാറോട് പറഞ്ഞതിന് ശേഷം രജിസ്ട്രാർ ഈ ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പരിശോധനകൾ നടക്കുമ്പോൾ കുട്ടികളുടെ അഭിപ്രായങ്ങളും പരാതികളും രേഖപ്പെടുത്തി പോന്നിരുന്നു. ഇതിനായി പ്രത്യേക പേജും അവലോകന റിപ്പോർട്ടിൽ കരുതിയിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇൻ്ററാക്ഷൻ റിപ്പോർട്ടെന്നും പറഞ്ഞൊരു പേജുണ്ട്. ആ പേജിനകത്ത് കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളും പ്രസക്തമായ കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പ്രിൻസിപ്പാളന്മാരെ വിളിച്ചു വരുത്തി പരിഹരിക്കപ്പെടുന്ന, കുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതായി പറയാനായിട്ട്. 3 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത കോളേജിൽ ഒരിടത്തു മാത്രമാണ് കൗൺസിൽ നേരിട്ട് പരിശോധന നടത്തിയത്. കഴിഞ്ഞ കാലങ്ങളിൽ നഴ്സിംഗ് കൗൺസിൽ കൂടുതൽ താല്പര്യം കാണിച്ചത് സ്വകാര്യ കോളേജുകളിൽ സീറ്റ് കൂട്ടി നൽകുന്നതിനും പുതുതായി സീറ്റുകൾ അനുവദിക്കുന്നതിനുമുള്ള പരിശോധനകൾക്കായിരുന്നു. അതൊക്കെ കൗൺസിൽ കൂടിയപ്പോൾ അന്വേഷണം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, ആരെങ്കിലും പോയി ഇൻസ്പെക്ഷൻ നടത്തണോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു കോളേജ് എങ്ങാണ്ടേ നടത്തിയിട്ടുള്ളൂ. ബാക്കി 4 നടത്തിയിട്ടില്ല. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരെ അംഗങ്ങൾ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ശുപാർശ ചെയ്തിരുന്നു. നഴ്സിംഗ് കൗൺസിലിന്റെ താല്പര്യം പുതിയ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കാനും നിലവിലെ കോളേജുകൾക്ക് സീറ്റ് കൂട്ടി നൽകാനും മാത്രമാണ് എന്ന് സംശയിക്കേണ്ടി വരും. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനും നഴ്സിംഗ് കൗൺസിലിന് ഇപ്പോൾ സമയമൊട്ടുമില്ല, അല്ലെങ്കിൽ അതിന് അനുവദിക്കുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.